ആ ബി ഫോം പഠിക്കണം കേട്ടോ. അപ്പോൾ ചില ആളുകൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വന്നിട്ട് പറയാണ്, ടീച്ചറെ ബി ഫോം അല്ല ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിനേക്കാളും കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഫാം ഡി ആണ് എന്ന് ചോദിക്കണം പിള്ളേരോട് പറയാനുള്ളത് കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ വന്നിട്ട് ബി ഫാമും ഫാം ഡി ഒക്കെ പറയാൻ നിൽക്കണം. അല്ല അതിരിക്കട്ടെ, ഇങ്ങോട്ട് വന്നാണ് ഈ ബി എവിടെ ഇടുക ഇംഗ്ലീഷ് ഭാഷയിൽ? ബി എവിടെ ഇടുക? ഉത്തരം എനിക്ക് കിട്ടി, പറയണ്ട. എൻ്റെയും സിൻ്റെയും നടുവിൽ ബി എന്നായിരിക്കും അല്ലേ? ഇതൊക്കെ ഏതോ ഉഗാണ്ടയിലാണ് എന്തോ പഠിച്ചത്. ബി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? ബി, ഫോംസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഈസ്, ആം, ആർ, വാസ്, വേർ, ബീങ്, ബി എന്നൊക്കെ ചേർക്കുന്നതിനെയാണ് ഫോംസ് ഓഫ് ബി എന്ന് പറയുക. മനസ്സിലായോ? ചില ആളുകളുണ്ട്, എനിക്ക് അതിൻ്റെ ഒന്നും അറിയില്ല, എനിക്കതൊന്നും അറിയില്ല എന്ന് പറയണേന് എനിക്ക് എൻ്റെ ABCD അറിയില്ല എന്ന് പറയും. പിന്നെ അങ്ങനെ പറയുന്ന ആളുകളോടൊരു കാര്യം പറയട്ടെ, ABCD അറിയില്ല എന്നാണെങ്കിൽ പിന്നെ EFGHIJ ഒക്കെ കൂടെ പറഞ്ഞോ കേട്ടോ. ABCD പറഞ്ഞ ആൽഫബറ്റാ. എനിക്ക് എൻ്റെ ബേസിക്സ് അറിയില്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ABC അറിയില്ല എന്ന് വേണം പറയാൻ. മനസ്സിലായ? ABC അതിൽ നിർത്തണം, D കൂടെ പറയരുത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിഥിങ്. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇന്റർമീഡിയറ്റ് ആണെങ്കിലോ 380 ടോപ്പിക്സ്. ഇനി അഡ്വാൻസ്ഡ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. സോ യു വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു.